വയനാട് മേപ്പാടി മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനത്തിന് കേന്ദ്രമന്ത്രിമാരോട് സഹായം അഭ്യർത്ഥിക്കുമെന്ന് രാഹുൽ ഗാന്ധി. മേഖലയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അദ്ദേഹം ഫോണിൽ സംസാരിച്ചു. ദുരന്തത്തിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളെ അനുശോചനം അറിയിച്ചു. പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നവരെ ഉടൻ രക്ഷിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിച്ച അദ്ദേഹം സുരക്ഷാ ഏജൻസികളെ ഏകോപിപ്പിക്കാനും കൺട്രോൾ റൂം സ്ഥാപിക്കാനും കളക്ടറുമായി സംസാരിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഏത് സഹായത്തിനും ബന്ധപ്പെടാനും അദ്ദേഹം നിർദ്ദേശിച്ചു. രക്ഷാപ്രവർത്തനത്തിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും പങ്കാളികളാകാൻ എല്ലാ UDF പ്രവർത്തകരോടും രാഹുൽ ഗാന്ധി അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. അതേസമയം വയനാട് ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനത്തിന് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉരുൾപൊട്ടലിൽ അഗാധമായ ദുഃഖം അറിയിച്ച പ്രധാനമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഫോണിൽ ബന്ധപ്പെട്ടു. സ്ഥിതിഗതികൾ തിരക്കിയ പ്രധാനമന്ത്രി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും സഹായധനം പ്രഖ്യാപിച്ചു. വയനാട്ടിലെ 2 ഇടങ്ങളിൽ ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം 56 ആയി. നിരവധി പേർ ഇനിയും പ്രദേശത്ത് കുടുങ്ങിക്കിടപ്പുണ്ടെന്ന് രക്ഷാപ്രവർത്തകർ പറഞ്ഞു. ചൊവ്വാഴ്ച പുലർച്ചെ 1-ന് മേപ്പാടി മുണ്ടക്കയിലും 2 മണിയോടെ ചൂരൽമലയിലുമാണ് ഉരുൾപൊട്ടലുണ്ടായത്. ദുരന്തം നടന്ന സ്ഥലത്ത് നിരവധി പേർ കുടുങ്ങിക്കിടക്കുകയാണ്. മലവെള്ളപ്പാച്ചിലിൽ നിരവധി ആളുകൾ ഒഴുകിപ്പോയെന്നും റിപ്പോർട്ടുകളുണ്ട്. ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ മലയിടിച്ചിലും വെള്ളപ്പൊക്കത്തിലും സമീപ പ്രദേശങ്ങളും ഒറ്റപ്പെട്ട സ്ഥിതിയാണ്. ഉരുൾപൊട്ടലിൽ ചൂരൽമല മുണ്ടക്കൈ റോഡ് ഒലിച്ചുപോയി. ചൂരൽമല പാലവും ഒലിച്ചുപോയിരിക്കുകയാണ്. ഇതേ തുടർന്ന് ആളുകൾ ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താനാകുന്നില്ല. പോലീസും നാട്ടുകാരും എയർഫോഴ്സും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അതേസമയം രക്ഷാപ്രവർത്തനം ദുഷ്കരമായ സാഹചര്യത്തിൽ ഹെലികോപ്റ്റർ സഹായം തേടിയിരുന്നു കേരളം. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് സൈന്യത്തിന്റെ സഹായം തേടിയത്. സുലൂരിൽ നിന്ന് ഹെലികോപ്റ്റർ എത്തിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. പുഴ കുത്തിയൊലിച്ച് വരുന്നതിനാൽ അപകടം കൂടുതൽ ബാധിച്ച സ്ഥലങ്ങളിലേക്ക് എത്തുന്നതിനാണ് ഹെലികോപ്റ്റർ സഹായം തേടിയത്. പലയിടങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നവരെ എയർ ലിഫ്റ്റിംഗ് വഴി സുരക്ഷിത ഇടങ്ങളിലേക്ക് എത്തിക്കും. അതേസമയം വയനാട്ടിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ സാധ്യമായ എല്ലാ രക്ഷാപ്രവർത്തനവും ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംഭവം അറിഞ്ഞതു മുതൽ സർക്കാർ സംവിധാനങ്ങൾ യോജിച്ച രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുണ്ട്. മന്ത്രിമാർ ഉൾപ്പെടെ വയനാട്ടിലെത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.